Hi all, welcome to Electrical Exam Study Hub. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ബൈ ട്രാൻസ്ഫർ നടത്തിയിട്ടുള്ള ഓപ്പറേറ്ററിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് ക്വസ്റ്റ്യൻസേ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പറൊക്കെ കാണാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? 195/2024 ആണ് എക്സാം നടന്നിട്ടുള്ളത്. 31st May 2025 നടന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, from the following material which has nearly zero temperature coefficient. അപ്പോൾ താഴെ കുറച്ച് മെറ്റീരിയൽസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. അതിൽ ഏത് മെറ്റീരിയലിനാണ് സീറോ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഉള്ളത്? അപ്പോൾ ഒന്ന് നോക്കിയേ. സൾഫർ ഉണ്ട്, കാർബൺ, മാഗ്നൻ, അയോൺ എന്നാണ് തന്നിട്ടുള്ളത്. ആൻസറും തന്നിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ്, മാഗ്നൻ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ സൾഫർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻസുലേറ്റർ ആണ് കേട്ടോ, മനസ്സിലാക്കി വെക്കുക. സൾഫർ എന്ന് പറയുന്ന ഒരു ഇൻസുലേറ്റർ ആണ്. അവിടെയുള്ളതിന് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ്, അറിഞ്ഞിരിക്കുക. കാർബൺ എന്ന് പറയുമ്പോൾ എന്താണ് അറിയാലോ, സെമി കണ്ടക്ടർ ആണ്. അവിടെയും എന്താണ്? നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ്. അതായത് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ അവിടെ ഇൻക്രീസ് ചെയ്യും. അയൺ പറയുമ്പോൾ എന്താണ്? ഒരു പ്യുവർ മെറ്റൽ ആണ് അല്ലേ. അപ്പോൾ മോസ്റ്റ് പ്യുവർ മെറ്റൽ എന്നെങ്ങനെയാണ്? അത് പോസിറ്റീവ് ആണ്, റിലേറ്റീവ്ലി ഹൈ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. പക്ഷേ മാഗ്നൻ എന്താണ്? അതൊരു അലോയി ആണ്. മാഗ്നൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ അലോയി ആണ് അല്ലേ. മാഗ്നൻ എന്ന് പറയുന്നത് എന്താണ്? അലോയി ആണ്. ഏതൊക്കെയാണ്? കോപ്പറും മാഗ്നീസ് ആൻഡ് നിക്കൽ, അതാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. ഏതൊക്കെയാണ്? കോപ്പറും മാഗ്നീസും അതുപോലെ നിക്കലും. അതിനെന്താ പ്രത്യേകത? വെരി ലോ അല്ലെങ്കിൽ എന്താണ്? നിയർലി സീറോ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അതുകൂടാതെ എന്താണ്? വെരി ഹൈ റെസിസ്റ്റിവിറ്റി അതിനകത്തുണ്ട്. അതായത് 86% ആണ് അതിൽ. കോപ്പർ ഞാൻ പറഞ്ഞു ഇവിടെ, കോപ്പർ, നിക്കൽ അതുപോലെ മാഗ്നീസ് ആണ് അതിനകത്തുള്ള അലോയ് കണ്ടന്റ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ചിലപ്പോൾ നമ്മളോട് ചോദിക്കാം, അതായത് കോപ്പർ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്? നിക്കൽ ഉണ്ട്, പിന്നെ എന്താണുള്ളത്? മാഗ്നീസ് ഉണ്ട്, Mn മാഗ്നീസ് ഉണ്ട്. അപ്പോൾ കോപ്പർ എത്ര പെർസെൻറ്റേജ് ആണ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ 86% ആണ് അവിടെ കോപ്പർ. നിക്കൽ എന്ന് പറയുന്നത് 2% അവിടെ നിക്കലുണ്ട്. അതേപോലെ മാഗ്നീസ് എന്ന് പറയുന്നത് 12% മാഗ്നീസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അതൊന്നും ചിലപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത് കേട്ടോ. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയകളൊക്കെയാണ്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നിയർലി സീറോ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് അതായത് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏതാണ്? മാഗ്നൻ ആണ്. സൾഫറിൽ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ്. കാർബണും നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ്. അയൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്യുവർ മെറ്റൽ ആണ് അല്ലേ. അപ്പോൾ അവിടെ എന്താണ്? പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ്. റിലേറ്റീവ്ലി ഹൈ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് അവിടെയുള്ളത്. മാഗ്നൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെരി ലോ അല്ലെങ്കിൽ എന്താണ്? നിയർലി സീറോ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് അതിനകത്ത് വരുന്നത്. അതിൽ അലോയ് ഓഫ് എന്തൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കുക. കോപ്പർ, നിക്കൽ, മാഗ്നീസ് ആണ് കേട്ടോ, മാഗ്നീസ് ആണ്. അപ്പോൾ കോപ്പർ 86% ആണ് അവിടെ കോപ്പർ ഉള്ളത്, 2% ആണ് നിക്കൽ, 12% ആണ് മാഗ്നീസ് എന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2, ഹീറ്റർ കോയിൽസ് ആർ മെയ്ഡ് ഫ്രം. അപ്പോൾ താഴെ തന്നിട്ടുള്ളത് നമ്മൾ ഹീറ്റർ കണ്ടിട്ടില്ലേ, വാട്ടർ ഹീറ്റർ അല്ലേ. വാട്ടർ ഹീറ്ററിലൊക്കെ എന്ത് കോയിൽ കൊണ്ടാണ് നമ്മളത് ഉണ്ടാക്കിയിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. തന്നിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? കോപ്പർ, മൈൽഡ് സ്റ്റീൽ, ടങ്സ്റ്റൺ, നിക്രോം ആണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഏത് വയർ കൊണ്ടാണ് യൂസ് ചെയ്യുന്നത്? നിക്രോം ആണ് കേട്ടോ. ആൻസർ നിക്രോം ആണ്. നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നത്? ഈ ഹീറ്റർ കോയിൽസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് നിക്കൽ അതുപോലെ ക്രോമിയോ ആണ് അതിനകത്തുള്ള അലോയി. ഓക്കെ, നിക്രോം എന്ന് പറഞ്ഞാൽ എന്താണ്? അലോയി ഓഫ് നിക്കൽ ആൻഡ് ക്രോമിയോ ആണ്. അതായത് 80% നിക്രോമും 20% ക്രോമിയവുമാണ് അതിനകത്ത് ഉള്ളത് എന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ നമ്മൾ കോപ്പർ എടുക്കുകയാണെങ്കിൽ എന്താണ്? നമ്മൾ ഇലക്ട്രിക്കൽ വയറിങ്ങിനൊക്കെയാണ് അല്ലേ യൂസ് ചെയ്യുക സാധാരണയായിട്ട്. മൈൽഡ് സ്റ്റീൽ അല്ലെങ്കിൽ എന്ത് നമുക്ക് പറയാം? അയോൺ എന്ന് പറയാം അല്ലേ. അത് നമ്മൾ ഹീറ്റിംഗ് അപ്ലയൻസിലൊക്കെ യൂസ് ചെയ്യും. അതായത് ഡ്യൂറബിൾ ഹീറ്റിംഗ് അപ്ലയൻസിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ടങ്സ്റ്റൺ
എന്താണ് കമ്പയർ ടു ഇതൊക്കെ നോക്കുമ്പോൾ എന്താണ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ് അല്ലേ. എവിടെയാണ് യൂസ് ചെയ്യുക? നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഇൻകാൻഡിസെന്റ് ലൈറ്റ് ബൾബ് ഫിലമെൻറ്റിലാണ് നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്? ഈ ഒരു ടങ്സ്റ്റൺ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഹീറ്റർ കോയിൽ ഏത് മെറ്റീരിയലാണ് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേതാണ്? നിക്രോം ആണ് യൂസ് ചെയ്യുന്നത്. അതിനകത്തുള്ള അലോയ് ഏതൊക്കെയാണ്? 80% നിക്കലും 20% ക്രോമിയോ ആണ് അടങ്ങിയിട്ടുള്ളത്. ഇതിനകത്ത് ഹൈ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി ഉണ്ട്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ പ്രത്യേകതയാണ് കേട്ടോ. അതായത് നിക്രോമിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി ഉള്ള മെറ്റീരിയലാണ്, അതുപോലെ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റീരിയലാണ്. പിന്നെ എന്താണ്? റെസിസ്റ്റൻസ് ടു ഓക്സിഡേഷൻ ആൻഡ് കൊറോഷൻ എന്നൊക്കെ പറയാൻ പറ്റും ആളിനെ കുറിച്ചിട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. ദ റെസിസ്റ്റൻസ് ഓഫ് എൻ ഇൻസുലേറ്റർ ഓൺ ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ. അല്ലേ, ടെമ്പറേച്ചർ എന്താണ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഓഫ് എൻ ഇൻസുലേറ്റർ, മെറ്റീരിയൽ ഏതാണ്? ഇൻസുലേറ്റർ ഓൺ ഇൻക്രീസിങ് ദ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അത് ഡിക്രീസ് ആവും അല്ലേ. അതെന്താ സംഭവിക്കുക? അത് ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? ഇൻസുലേറ്ററിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇൻസുലേറ്ററും കണ്ടക്ടറും സെമി കണ്ടക്ടറും ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ ഇൻസുലേറ്ററിൽ എന്താണ്? ലാർജ് എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ എന്താണ്? വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ആണ് അല്ലേ. അപ്പോൾ ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അത് ഇലക്ട്രോൺസ് എങ്ങനെയാണ് മൂവ് ചെയ്യുക? വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ അവിടുത്തെ കണ്ടക്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. എങ്ങനെയാണ്? ആ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ അവൈലബിലിറ്റി മൂലം അല്ലേ, കണ്ടക്ഷൻ ബാൻഡിൽ. സോ റെസിസ്റ്റൻസ് എന്താണ്? കുറഞ്ഞു കഴിയുമ്പോൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഏതിൻ്റെ കേസിൽ? ഇൻസുലേറ്ററിൻ്റെ കേസിൽ. അത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. 1 British HP ഈസ് ഈക്വൽ ടു. എന്താണ് 1 British HP എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ വാല്യൂ? അതായത് പവർ, നമ്മൾ പവറൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് പവർ ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ടൈം. അപ്പോൾ 1 വാട്ട് എന്താണ്? 1 ജൂൾ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ പ്രാക്ടിക്കൽ യൂണിറ്റ് ഓഫ് പവർ എന്ന് പറയുന്നത് HP-യിലാണ് അല്ലേ. അപ്പോൾ ഒരു HP എന്ന് പറയുന്നത് എന്താണ്? എമൗണ്ട് ഓഫ് വർക്ക് ഈസ് സ്റ്റാൻഡേർഡ് ഇതാണ് ഹോഴ്സ് കണ്ടക്ഷനിലാണ് 1 സെക്കൻഡ് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ 1 മെട്രിക് HP അതുപോലെ 1 ബ്രിട്ടീഷ് HP എന്നൊക്കെ പറഞ്ഞ് നമ്മളതിനെ എക്സ്പ്രസ് ചെയ്യും കേട്ടോ. അപ്പോൾ 1 ബ്രിട്ടീഷ് HP പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 746, അതായത് 746 വാട്ടാണ്. ഇൻ ദ 1 ബ്രിട്ടീഷ് HP. നിങ്ങളോട് 1 മെട്രിക് HP എന്ന് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചോദിക്കാം 1 മെട്രിക്. ഓക്കെ, 1 മെട്രിക് HP എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അറിഞ്ഞിരിക്കുക അതിൻ്റെ വാല്യൂ പറയുന്നത് 735.5 വാട്ട്സ് ആണ്. ചോദിക്കാം കേട്ടോ. അതുകൂടി ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. 1 മെട്രിക് HP ആണ് ചോദിക്കുന്നതെങ്കിൽ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ 1 ബ്രിട്ടീഷ് HP-ൻ്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 746 വാട്ട്സ് ആണ്. എത്രയാണ്? 746 വാട്ട്സ് ആണ്. ദ യൂണിറ്റ് ഓഫ് റിലക്റ്റൻസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? യൂണിറ്റ് ഓഫ് റിലക്റ്റൻസ്. റിലക്റ്റൻസിൻ്റെ യൂണിറ്റ്. അപ്പോൾ റിലക്റ്റൻസിൻ്റെ ഫോർമുല, നമ്മൾ റിലക്റ്റൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്താ? S-ലാണ് അല്ലേ. ഇതായത് നമ്മൾ മാഗ്നറ്റിസം പഠിക്കുമ്പോഴുള്ള ടോപ്പിക്കാണ് കേട്ടോ. റിലക്റ്റൻസ് S ഈക്വൽ ടു എന്താ? MMF അല്ലേ. MMF ബൈ ഫ്ലക്സ് ആണ്, മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. MMF-ൻ്റെ യൂണിറ്റ് എന്താണ്? ആംബിയർ ടേൺസ്. ആംബിയർ ടേൺസ് പെർ എന്താ? വെബർ ആണ്. ഇതിൻ്റെ യൂണിറ്റ് റിലക്റ്റൻസിൻ്റെ. ആംബിയർ ടേൺസ് പെർ വെബർ ഉണ്ടോ? ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഓരോന്നിൻ്റെയും യൂണിറ്റുകൾ നോട്ട് ചെയ്ത് വയ്ക്കുക. അതുപോലെ അതിൻ്റെ ഇക്വേഷൻസുകളൊക്കെ ഒന്ന് പഠിച്ചു പോകണം കേട്ടോ. Then question number 6. In electrical machine, laminated core are used for reducing. എന്തിനാണ് നമ്മൾ ഒരു ഇലക്ട്രിക്കൽ മെഷീൻസിൽ ലാമിനേറ്റഡ് കോർ എന്ത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? എന്ത് ലോസ് റെഡ്യൂസ് ചെയ്യാനാണ്? ഓപ്ഷൻ എ എഡി കറന്റ് ലോസ് ആൻഡ് ഹിസ്റ്ററിസിസ് ലോസ്. ഓപ്ഷൻ ബി ഹിസ്റ്ററിസിസ് ലോസ്. ഓപ്ഷൻ സി എഡി കറന്റ് ലോസ്. ഓപ്ഷൻ ഡി ഓമിക് ലോസ്. ഏതായിരിക്കും? നമ്മളുടെ എഡി കറന്റ് ലോസ് റെഡ്യൂസ് ചെയ്യാനാണ് അല്ലേ. അപ്പോൾ ലാമിനേഷൻ എന്താണ്? ലാമിനേഷൻ എന്തിനാണ് ചെയ്യുന്നത്? നമ്മുടെ റെസിസ്റ്റൻസ് പാത്ത് അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ് ലാമിനേഷൻ ഇൻവോൾവ്? എന്താണ്? സ്ലൈസ്ലി ദ കോർ മെറ്റീരിയൽ ഇൻ ടു തിൻ ഷീറ്റ് അല്ലേ. കുഞ്ഞു ഷീറ്റുകളാണ്. അതെന്തിനാണ് ചെയ്യുന്നത്? സെപ്പറേറ്റ് ചെയ്യും അല്ലേ. ആ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിനേക്ക് അത്
സെപ്പറേറ്റ് ചെയ്യും. എങ്ങനെയാണ് വെച്ച് ഡ്രാസ്റ്റിക്കലി പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്ന എന്താണ് റെസിസ്റ്റൻസ് പാത്ത് ഇൻക്രീസ് ചെയ്യുമോ അല്ലേ, സർക്കുലേറ്റ് ചെയ്യുന്ന എഡി കറൻറ്റിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇനി ഇലക്ട്രിക്കൽ മെഷീൻ ലാമിനേറ്റഡ് കോർ ആർ യൂസ് ടു റെഡ്യൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്തിനു വേണ്ടിയിട്ട് മാത്രമാണ്, നമ്മളുടെ എഡി കറൻറ്റ് ലോസസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളതെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. എഡി കറൻറ്റ് ലോസ് മെഷീൻസിൻ്റെ കൺസ്ട്രക്ഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 7, ഇൻ ട്രാൻസ്ഫോമർ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ആർ യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട്. എന്തിനാണ് നമ്മൾ ട്രാൻസ്ഫോമറിൽ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്? എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്? അയേൺ ലോസ് ആണ് അല്ലേ. അപ്പോൾ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് അല്ലെങ്കിൽ വേറൊരു പേര് പറയും ഇതിനെ, ഓപ്പൺ സർക്യൂട്ട് അല്ലെങ്കിൽ എന്താണ്, നോ ലോഡ് ടെസ്റ്റ് എന്ന് പറയും കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്? അയേൺ ലോസ് അല്ലെങ്കിൽ കോർ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ, കോപ്പർ ലോസ്. അല്ലെങ്കിൽ എന്താണ് അടുത്ത ഓപ്ഷൻസിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയാൽ കോപ്പർ ലോസ്. കോപ്പർ ലോസിൻ്റെ വേറൊരു പേരെന്താണ്? I²R ലോസ് ആണ് അല്ലേ. അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ അറിഞ്ഞിരിക്കുക കേട്ടോ, SC ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. I²R എന്ന് പറഞ്ഞാൽ SC ടെസ്റ്റിനാണ്. ഇത് വന്നിട്ട് ഓപ്പൺ OC ടെസ്റ്റ്. അയൺ ലോസ് എന്ന് പറയുന്നത് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിന് വേണ്ടിയിട്ടാണ്. കോപ്പർ ലോസ് എന്ന് പറഞ്ഞാൽ SC ടെസ്റ്റ് അല്ലെങ്കിൽ I²R ലോസ് എന്നൊക്കെ ഓപ്ഷനിൽ കാണാറുണ്ട് കേട്ടോ. അതുപോലെ വിൻറ്റേജ് ലോസ് അല്ലേ. വിൻറ്റേജ് ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫോമർ അതായത് സ്റ്റാറ്റിക് ഡിവൈസ് ആണ്. അപ്പോൾ അതിന് എന്തുണ്ടാവില്ല, റൊട്ടേറ്റിംഗ് പാത്തൊന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെ എന്താണ് വൈൻഡേജ് ലോസ് ഉണ്ടാവോ? ഇല്ല, കുറവാണ്. ഇനി അടുത്ത് എന്താ? മാഗ്നറ്റിക് ലോസസ്. മാഗ്നറ്റിക് ലോസ് എന്ന് പറയുന്നതും കോർ ലോസ് തന്നെയാണ് കേട്ടോ. പക്ഷെ നമുക്കിവിടെ ഓപ്ഷനിൽ നിങ്ങളോട് മാഗ്നറ്റിക് ലോസ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കത് ചൂസ് ചെയ്യാം ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റിൽ. പക്ഷേ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് അയോൺ ലോസ് ഉള്ളത് കൊണ്ട് നമുക്ക് അതന്നെ ചൂസ് ചെയ്യാം കേട്ടോ. മാഗ്നറ്റിക് ലോസ് എന്ന് പറയുന്നത് അതായത് കോർ ലോസ് അല്ലെങ്കിൽ അയോൺ ലോസിൻ്റെ വേറൊരു ടേം തന്നെയാണ്. പക്ഷെ നമുക്കിവിടെ സ്പെസിഫൈ ചെയ്തിട്ട് അയോൺ ലോസ് തന്നതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ബിന്ന് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊന്നും ഇല്ല, അയൺ ലോസോ അങ്ങനെ ഇതൊന്നും ഇല്ലെങ്കിൽ, അയൺ ലോസ് ഇല്ലെങ്കിൽ നമുക്ക് മാഗ്നറ്റിക് ലോസിനെയും ചൂസ് ചെയ്യാം. കാരണം അതൊരു കോർ ലോസിൻ്റെ വേറൊരു ടേം തന്നെയാണ്. ഓക്കെ, അത് മനസ്സിലാക്കി വെച്ചോളൂ കേട്ടോ. അപ്പോൾ ട്രാൻസ്ഫോമറിൽ ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ആർ യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട്. എന്ത് ഫൈൻഡ് ചെയ്യാനാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് അയൺ ലോസ് കണ്ടുപിടിക്കാനാണ്. Question number 8, which of the following relay used to find out internal faulting transformer? ട്രാൻസ്ഫോമറിലെ ഇൻറ്റേർണൽ ഫാൾട്ട് കണ്ടുപിടിക്കുന്നത് ഏത് റിലേ യൂസ് ചെയ്തിട്ടാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് റിലേ ആയിരിക്കും? അത് നമ്മുടെ ബുക്കൗട്ട്സ് റിലേ ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ബുക്കൗട്ട്സ് റിലേ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് ഇൻറ്റേർണൽ ഫാൾട്ട്, അതായത് ഓയിൽ ഇൻമേഴ്സ്ഡ് ട്രാൻസ്ഫോമറിൽ യൂസ് ചെയ്യുന്നതാണ് അല്ലേ. അതായത് ഇൻസുലേഷൻ ഫെയിലിയറോ കോറിൽ ഫാൾട്ട് ഉണ്ടാവുന്നതോ വൈൻഡിങ് ഫാൾട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്ത് ഇതൊക്കെ കണ്ടുപിടിക്കാം? ബുക്കൗട്ട്സ് റിലേ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ മാഗ്നറ്റിക് റിലേ എന്ന് പറയുമ്പോൾ അത് ഇലക്ട്രോ മാഗ്നറ്റിക് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. അത് ഇൻറ്റേർണൽ ഫാൾട്ട്സ് ഒന്നും ട്രാൻസ്ഫോമറിൻ്റെ ഇൻറ്റേർണൽ ഫാൾട്ടൊന്നും നമ്മൾ കണ്ടുപിടിക്കില്ല. അതുപോലെ ഡിഫറൻഷ്യൽ റിലേ എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഇൻറ്റേർണൽ ഫാൾട്ട് കണ്ടുപിടിക്കും. പക്ഷേ ഇതുപോലെ എന്താണ് ട്രാൻസ്ഫോമറിൻ്റെ അതായത് ഇൻസുലേഷൻ ഫെയിലിയറും കോർ ഫാൾട്ട് പോലെയൊന്നും അത് കണ്ടുപിടിക്കില്ല. പിന്നെ തെർമൽ റിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓവർ ഹീറ്റിംഗ്, അതായത് ഓവർലോഡൊക്കെ ഉണ്ടാവുമ്പോൾ ഓവർ ഹീറ്റിംഗ് ആകുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഡിഫക്റ്റൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ തെർമൽ റിലേസൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം മെയിനായിട്ട് ഇൻറ്റേർണൽ ഫാൾട്ട്, ട്രാൻസ്ഫോമറിൻ്റെ ഇൻറ്റേർണൽ ഫാൾട്ട് കണ്ടുപിടിക്കുന്നത് നമ്മുടെ ബുക്കൗട്ട്സ് റിലേ ആണെന്ന് നോട്ട് ചെയ്യാം. Then question number 9, which of the following give best indication of a fully charged lead acid battery? അല്ലേ, ബാറ്ററീസിൽ അതായത് താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് നമ്മൾ ഫുള്ളി ചാർജ്ഡ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കുന്നത് ഏതാണ്? അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി ആണ് അല്ലേ. ഇപ്പോൾ ഒരു ഫുള്ളി ചാർജ്ഡ് ലെഡ് ആസിഡ് ബാറ്ററി ആണെങ്കിൽ അതിൻ്റെ വാല്യൂസ് ഒക്കെ ഒന്ന് നോട്ട് വയ്ക്കുക കേട്ടോ. അതായത് സ്പെസിഫിക് ഗ്രാവിറ്റി ആണ്. അതായത് ഒരു ഫുള്ളി ചാർജ്ഡ് ലെഡ് ആസിഡ് ബാറ്ററിക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി അപ്രോക്സിമേറ്റ്ലി വാല്യൂ ഒന്നുകൂടി നോട്ട് ചെയ്ത് വയ്ക്കുക. അതായത് 1.2652 എത്രയാണ് വരുന്നത്? 1.285 ആ ഒരു റേഞ്ച് ആയിരിക്കും കേട്ടോ. ഇതും ചോദിക്കാറുണ്ട്. ഫുള്ളി ചാർജ്ഡ് ബാറ്ററിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി വാല്യൂ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1.265 to 1.285 ആണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ ഏതാണ് ബെസ്റ്റ് ഇൻഡിക്കേഷൻ ഓഫ് ഫുള്ളി ചാർജ്ഡ് ലെഡ് ആസിഡ് ബാറ്ററി ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നെയാണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് യൂസിങ് SMF ബാറ്ററി? എന്താണ് നമ്മൾ SMF ബാറ്ററി യൂസ് ചെയ്തതെന്ന് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. SMF പറഞ്ഞാൽ എന്താണ്? സീൽഡ് മെയിൻ്റനൻസ് ഫ്രീ എന്നാണ് പറയുന്നത്. എന്താണ് SMF എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? സീൽഡ് മെയിൻ്റനൻസ് ഫ്രീ ബാറ്ററി എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് അതിന് കുറച്ച് മെയിൻ്റനൻസ് മതി, ലെസ് മെയിൻ്റനൻസ് ആൻഡ് സ്പിൽ പ്രൂഫ് ആയിരിക്കും അത്. അതാണ് കറക്റ്റ് ആൻസർ. അതാണ് മെയിൻ ബെനിഫിറ്റ്. അപ്പോൾ ചിലപ്പോൾ നമ്മളോട് SMFൻ്റെ ഫുൾ ഫോം ചോദിക്കുകയാണെങ്കിൽ അറിഞ്ഞിരിക്കുക, സീൽഡ് മെയിൻ്റനൻസ് ഫ്രീ ബാറ്ററി ആണ്. അതിലെന്താണ്? വാൾവ് റെഗുലേറ്റഡ് ലെഡ് ആസിഡ് ബാറ്ററി, അതായത് സീൽഡ് ചെയ്തിട്ടുണ്ടാവും. അതിന് ലീക്കേജ് പ്രൂഫ് കൂടുതലായിരിക്കും. അതുകൂടാതെ എന്താണ്? ആസിഡ് ടോപ്പപ്പ് ഒക്കെ അതിനകത്ത് ഉണ്ടാവും. ലൈഫ് കൂടുതലായിരിക്കും. അതുപോലെ കുറേ അഡ്വാൻറ്റേജസുകൾ അതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ SMFനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ SMFൻ്റെ ഫുൾ ഫോം ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അറിഞ്ഞിരിക്കുക, സീൽഡ് മെയിൻ്റനൻസ് ഫ്രീ ബാറ്ററിയാണ്. അത് വാൾവ് റെഗുലേറ്റഡ് ലെഡ് ആസിഡ് ബാറ്ററി എന്നൊക്കെ അതിൽ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ലെസ് മെയിൻ്റനൻസും സ്പിൽ പ്രൂഫും ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഷണ്ട് ഈസ് യൂസ്ഡ് ഫോർ ദ റേഞ്ച് എക്സ്റ്റൻഷൻ ഓഫ്. എന്താണ് ഷണ്ട്? എന്തിൻ്റെയാണ്? DC അമീറ്റർ ആണോ, വോൾട്ട് മീറ്റർ ആണോ, DC വോൾട്ട് മീറ്റർ, AC അമീറ്റർ. ഷണ്ട് ഈസ് എ ലോ റെസിസ്റ്റൻറ്റ് കണ്ടക്ടർ. എങ്ങനെയാണ്? കണക്റ്റഡ് പാരലൽ വിത്ത് എന്തിനകത്താണ്? അമീറ്റർ മൂവിങ് കോയിൽ അല്ലേ. അപ്പോൾ DC എന്തിലാണ്? അമീറ്ററിലാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. മെഷർമെൻറ്റ്സ് പഠിച്ചിട്ടുണ്ടാകുമ്പോൾ പഠിക്കുന്ന പോയിന്റുകളാണ് അതൊക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഗുഡ് കണ്ടക്ടർ? താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ഗുഡ് കണ്ടക്ടർ? ഗ്ലാസ്, ഗ്രാഫൈറ്റ്, ആസ്ബറ്റോസ്, പോർസലൈൻ. ഏതാണ് ഗുഡ് കണ്ടക്ടർ എന്ന് പറയുന്നത്? ഏത് മെറ്റീരിയലാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഗുഡ് കണ്ടക്ടർ? കണ്ടക്ടർ ഏതാ? ഗ്ലാസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻസുലേറ്റർ ആണ് അല്ലേ. ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു ഇൻസുലേറ്റർ ആണ്, അറിയാലോ. അത് പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അതിൽ കൂടെ ഇലക്ട്രോൺസ് ഒന്നും മൂവ് ചെയ്യില്ല. അടുത്തത് എന്നാ? നമ്മുടെ ആസ്ബറ്റോസ് എന്ന് പറഞ്ഞാലും എന്താണ്? ഒരു തെർമൽ ഇൻസുലേറ്റർ തന്നെയാണ് കേട്ടോ. അതും ഒന്ന് തന്നെയാണ്, ഒരു ഇൻസുലേറ്റർ തന്നെയാണ്. പോർസലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെറാമിക് മെറ്റീരിയൽ. അതും എന്ത് തന്നെയാണ്? അതും ഒരു ഇൻസുലേറ്റർ ആണ്. അപ്പോൾ ഗുഡ് കണ്ടക്ടർ എന്ന് പറഞ്ഞത് ഏതാണ്? ഗ്രാഫൈറ്റ് ആണ് ഗുഡ് കണ്ടക്ടർ. അപ്പോൾ അറിയാലോ, കണ്ടക്ടറും സെമി കണ്ടക്ടറും ഇൻസുലേറ്ററും ഒക്കെ ക്ലാസിഫൈ ചെയ്ത് ഓരോ മെറ്റീരിയലും പഠിക്കേണ്ടതാണ്. അപ്പോൾ നോട്ട് ചെയ്യുക. മെറ്റീരിയൽ വെച്ചിട്ട് നമ്മളോട് എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്, അറിഞ്ഞിരിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 30. ദ ട്രാൻസ്ഫോമർ ഓയിൽ യൂസ്ഡ് ഇൻ എ ട്രാൻസ്ഫോമർ പ്രൊവൈഡ്. എന്താണ് ട്രാൻസ്ഫോമർ ഓയിലിൻ്റെ മെയിൻ ഫങ്ഷൻ അല്ലേ? ഏതായിരിക്കും? ഓക്കെ, കൂളിംഗ്, ഇൻസുലേഷൻ, കൂളിംഗ് ആൻഡ് ലൂബ്രിക്കേഷൻ, ഇൻസുലേഷൻ ആൻഡ് കൂളിംഗ്. അപ്പം മെയിനായിട്ട് ട്രാൻസ്ഫോമർ ഓയിലിൻ്റെ മെയിൻ, അതായത് പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇൻസുലേഷനും അതുപോലെ കൂളിങ്ങും ആണ് കേട്ടോ. രണ്ടും ഉണ്ട്. തനിയെ എഴുതരുത്, നമുക്ക് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് അവർ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് അല്ലേ. കൂളിംഗ്, ഇൻസുലേഷൻ, കൂളിംഗ് ആൻഡ് ലൂബ്രിക്കേഷൻ, ഇൻസുലേഷൻ ആൻഡ് കൂളിംഗ് ഒക്കെ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആവും. കൂളിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ, ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ എന്നാൽ നമുക്ക് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ട്വിസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് എന്താ? ട്രാൻസ്ഫോമർ ഓയിൽ ഈസ് യൂസ്ഡ് ഇൻ എ ട്രാൻസ്ഫോമർ ടു പ്രൊവൈഡ് ബോത്ത് ഇൻസുലേഷൻ ആൻഡ് കൂളിംഗ് ആണ്. അതായത് രണ്ട് പ്രൈമറി ഫങ്ഷൻ ആണ്. അത് നമ്മുടെ ഇൻസുലേഷനും കൂളിങ്ങും ആണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 40. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? അപ്പോൾ താഴെ കുറച്ച് മീറ്റേഴ്സ് ആണ് അല്ലേ. മെഗർ എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ചെക്കിംഗ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ്. വാട്ട് മീറ്റർ ഫോർ മെഷർ എനർജി. ആംബിയർ അവർ മീറ്റർ റെസിസ്റ്റൻസ്. ടാക്കോമീറ്റർ റിവല്യൂഷൻ പെർ മിനിറ്റ്. അപ്പോൾ ഏതാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത്? മെഗർ എന്തിനു വേണ്ടിയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്? ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കറക്റ്റ് ആണ് അല്ലേ. പക്ഷേ അടുത്തത് നോക്കിയേ, വാട്ട് മീറ്റർ അതെന്തിനു വേണ്ടിയിട്ടാണ്? എനർജി ആണോ? അല്ല. എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അത് പവർ മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. പവറാണ്. ഇനി അടുത്തത് നോക്കിയേ, ആംബിയർ അവർ മീറ്റർ. ആംബിയർ അവർ മീറ്റർ റെസിസ്റ്റൻസ് ആണോ? ഇലക്ട്രിക്കൽ ചാർജ് അല്ലേ. ഇലക്ട്രിക്കൽ ചാർജ് മെഷർ ചെയ്യാനല്ലേ ആംബിയർ അവർ മീറ്റർ യൂസ് ചെയ്യുന്നത്. ഓർ എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോ ഓവർ ടൈം, നോട്ട് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല അത് യൂസ് ചെയ്യുന്നത്. ആംബിയർ അവർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇലക്ട്രിക്കൽ ചാർജ് അല്ലെങ്കിൽ എന്താണ്? എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോ ഓവർ എ ടൈം, റെസിസ്റ്റൻസ് അല്ല. അടുത്തത് നോക്കിയാൽ ടാക്കോമീറ്റർ. അത് ഇലക്ട്രിക്കൽ ചാർജ് നമുക്ക് കൊടുക്കാം. ഇലക്ട്രിക്കൽ ചാർജ് ആണ്, ചാർജ് മെഷർ ചെയ്യാനാണ്.
ടേക്കോമീറ്റർ എന്ത് തന്നെയാണ്? മെഷർ ദ റൊട്ടേഷൻ സ്പീഡ് ഓഫ് എ ഷാഫ്റ്റ് അല്ലെങ്കിൽ ഡിസ്ക് തന്നെയാണ്. അപ്പോൾ അതും കറക്റ്റ് തന്നെയാണ്. അതിൽ കറക്റ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ ബി ആണ്. 4ഉം 1ഉം ആണ്. ടേക്കോമീറ്ററും അതുപോലെ മെഗറും ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അറിഞ്ഞിരിക്കുക, വാട്ട് മീറ്റർ എനർജി അല്ല, പവറാണ് മെഷർ ചെയ്യുന്നത്. ആംപിയർ അവർ മീറ്റർ റെസിസ്റ്റൻസ് അല്ല, അത് ഇലക്ട്രിക്കൽ ചാർജ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോ ഓവർ എ ടൈം, നോട്ട് റെസിസ്റ്റൻസ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിയറിംഗ് യൂസ്ഡ് ഇൻ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്? താഴെ തന്നിട്ടുള്ളതിൽ ഏത് ബിയറിംഗ് ആണ് നമ്മൾ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിൽ ഉപയോഗിക്കുന്നത്? കോപ്പർ ബിയറിംഗ്, ഗ്രാഫൈറ്റ് ബിയറിംഗ്, മോളിബിഡിയം ബിയറിംഗ്, ജ്വൽ ബിയറിംഗ്. ഏതാണ്? ജ്വൽ ബിയറിംഗ് ആണ് അല്ലേ. നമ്മൾ സാധാരണ അതായത് ഓരോ മെക്കാനിക്കൽ വാച്ചസിൽ അതുപോലെ ലോ ഫ്രിക്ഷൻ ആണ് അതിനകത്ത്, ലോങ് ലൈഫ് കൂടുതലാണ് അല്ലേ. പ്രിസിഷൻ ഇൻസ്ട്രുമെൻറ്റ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ജ്വൽ ബിയറിംഗ് ആണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്? അപ്പോൾ കൊബോൾട്ട്, അലുമിനിയം, സ്റ്റീൽ, ബിസ്മത്ത്. ഏതാണ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്? നമ്മളുടെ ബിസ്മത്ത് ആണ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്. കൊബോൾട്ട് എന്ന് പറഞ്ഞാൽ ഏതാണത്? ഫെറോ മാഗ്നറ്റ് ആണ് അല്ലേ, ഫെറോ മാഗ്നറ്റ്. അലുമിനിയം എന്ന് പറഞ്ഞാൽ എന്താണ്? പാരാമാഗ്നറ്റ് ആണ്. സ്റ്റീൽ എന്ന് പറയുമ്പോൾ അതെന്താണ്? വീണ്ടും ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. അപ്പോൾ അറിഞ്ഞിരിക്കുക ഏതൊക്കെയാണ് നമ്മൾ മാഗ്നറ്റിസം പഠിക്കുമ്പോൾ ക്ലാസിഫൈ ചെയ്ത് തന്നെ അത് പഠിക്കുന്നുണ്ട്. അതായത് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ഏതാണ്, ഡയോമാഗ്നറ്റിക് ഏതാണ്, പാരാമാഗ്നറ്റിക് ഏതാണ്. അപ്പോൾ അതിനൊക്കെ എക്സാമ്പിൾ ചോദിച്ചിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ പഠിച്ചു പോകണം കേട്ടോ. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് ചോദിച്ചാൽ ബിസ്മത്ത് ആണ് ഇവിടുത്തെ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ബാക്കി കൊബോൾട്ട് ഇതാണ് ഫെറോ മാഗ്നറ്റിക്, മാറിപ്പോകരുത്. അലുമിനിയം പാരാമാഗ്നറ്റ് ആണ്. സ്റ്റീൽ എന്താണ്? ഒരു ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 17. കണ്ടക്റ്റൻസ് ഈസ് എൻ അനലോജിയസ് ടു? കണ്ടക്റ്റൻസ് എന്തിൻ്റെ? അതായത് നമ്മൾ മാഗ്നറ്റിക് മെറ്റീരിയലും ഇലക്ട്രിക്കൽ മെറ്റീരിയലും തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺസ് ഒക്കെ പഠിച്ചിട്ടില്ലേ? അതായത് കറണ്ട് എന്ന് നമ്മൾ ഇലക്ട്രിക്കൽ ടേമിൽ പറയുമ്പോൾ മാഗ്നറ്റിക് ടേംസിൽ അതായതാണ് ഫ്ലക്സ് ആണ്. EMF ആണെങ്കിൽ മാഗ്നറ്റിസിറ്റിയിൽ അത് MMF ആണ്. റെസിസ്റ്റൻസ് ആണെങ്കിൽ റിലക്റ്റൻസ് ആണ്. കണ്ടക്റ്റൻസ് ആണെങ്കിൽ പെർമിയൻസ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടുത്തെ കണ്ടക്റ്റൻസിൻ്റെ അനലോജിയസ് എന്താണ്? കണ്ടക്റ്റൻസിൻ്റെ അനലോജിയസ് എന്ന് പറയുന്നത് പെർമിയൻസ് ആണ്. അപ്പോൾ അതൊന്ന് നന്നായി നോട്ട് ചെയ്ത് പോവുക. എപ്പോഴും പ്രീവിയസ് ഇയറിൽ ഒരുപാട് തവണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അതൊക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 80. ഗുഡ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഹാവ് അതിൻ്റെ പ്രോപ്പർട്ടി എന്തായിരിക്കണം? അതായത് ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് വേണം, അതുപോലെ ഹൈ ഇൻസുലേഷൻ റെസിസ്റ്റൻസ്, ഹൈ റെസിസ്റ്റിവിറ്റി, ലോ പെർമിറ്റിവിറ്റി, പിന്നെ വേണ്ടത് ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത് വേണം അതിനകത്ത്. പിന്നെ അത് ഇൻഫ്ലൈമബിൾ ആവാൻ പാടില്ല, അതായത് നോൺ ഇൻഫ്ലൈമബിൾ ആയിരിക്കണം. പിന്നെ എന്താ വേണ്ടത്? അൺഎഫക്റ്റഡ് ബൈ ആസിഡ്സ് ആൻഡ് ആൽക്കലി, നോൺ ഹൈഗ്രോസ്കോപ്പിക്. ഇത്രയും എന്താണ് പ്രോപ്പർട്ടീസ് എന്തിനാവശ്യമാണ്? ഒരു ഗുഡ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിന് ആവശ്യമാണ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കുക. ചിലപ്പോൾ നമ്മളോട് ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ് തന്നിട്ട് ഏതാണ് ഇതിൽ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന രീതിയിൽ ചോദിക്കാം. അതുപോലെ ഏതാണ് ട്രൂ എന്ന രീതിയിലൊക്കെ നമുക്ക് ഇവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു ഗുഡ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ഹാവിങ് എന്താണ് ഇതിൽ തന്നിട്ടുള്ളത്? ഹൈ ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ആണ് വേണ്ടത്. അതുപോലെ വേറെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നു. എന്താണ്? ഹൈ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ആവശ്യമാണ്, ഹൈ റെസിസ്റ്റിവിറ്റി വേണം, ലോ പെർമിറ്റിവിറ്റി വേണം, ഹൈ മെക്കാനിക്കൽ സ്ട്രെങ്ത്, അതുപോലെ നോൺ ഇൻഫ്ലൈമബിൾ ആയിരിക്കണം, അൺഎഫക്റ്റഡ് ബൈ ആസിഡ്സ് ആൻഡ് ആൽക്കലീൻസ്. ഇത്രയാണ് മെറ്റീരിയലിൻ്റെ മെയിൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 19. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് റെസിസ്റ്റൻസ്? അതായത് NTC അല്ലേ, നെഗറ്റീവ് ടെമ്പറേച്ചർ. നമ്മൾ സെമി കണ്ടക്ടറും ഇൻസുലേറ്ററും ഒക്കെ പഠിച്ചപ്പോൾ അതിൽ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് ഏതാണ്, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് ഏതാണെന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ളത് നോക്കിയാൽ ഗോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെറ്റലാണ് അല്ലേ, അതായത് ഗുഡ് കണ്ടക്ടറാണ് ഗോൾഡ്. അപ്പോൾ ഗോൾഡ് കണ്ടക്ടർ ആയതുകൊണ്ട് അവിടെ എന്തായിരിക്കും ഉണ്ടാവുന്നത്? പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ് ഉണ്ടാവുന്നത് അല്ലേ. അവിടെ എന്തായിരിക്കും ഉണ്ടാവുക? അത് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ് ഏത്? ഗോൾഡ് എന്ന് പറയുന്നത്. അടുത്തത് നോക്കിയേ, തെർമിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയൽ കൊണ്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ടെമ്പറേച്ചർ സെൻസറായിട്ടാണ് നമ്മൾ ഈ തെർമിസ്റ്ററിനെ ഉപയോഗിക്കുന്നത്. സോ സെമി കണ്ടക്ടർ ആയതുകൊണ്ട് അതെന്താണ്? നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ് അല്ലേ. ഇതെന്താണ്? NTC ആണ്, നെഗറ്റീവ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ്. അപ്പോൾ അത് ഇത് തന്നെയാണ്, നമ്മളുടെ തെർമിസ്റ്റർ തന്നെയാണ്. ഇനി ഫോസ്ഫർ
ബോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അലോയ് ഓഫ് മെറ്റൽ ആണ് അല്ലേ? അപ്പോൾ അതിനും എന്ത് തന്നെയാണ്? അതും പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് തന്നെയാണ്. സിൽവറും എന്താണ്? ഒരു പ്യുവർ മെറ്റൽ ആണ് അല്ലേ? ഒരു ബെസ്റ്റ് എക്സലൻറ്റ് കണ്ടക്ടർ ആണ് നമ്മളുടെ സിൽവർ. അപ്പോൾ അതും എന്ത് തന്നെയാണ്? പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് തന്നെയാണ്. ക്ലിയർ ആയില്ലേ? Next, question number 20. When the distance between the plate of a capacitor increase, its capacitance value. എന്താ ചോദിച്ചിട്ടുള്ളത്? കപ്പാസിറ്റർ അല്ലേ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. C = എന്താണ്? ε0 ആണ്. അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്താണ് സംഭവിക്കുന്നത്? ε0 എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. A എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ഒരു പ്ലേറ്റിൻ്റെ ഏരിയ. D പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്താ ക്വസ്റ്റ്യനിൽ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് ഓഫ് എ കപ്പാസിറ്റർ ഇൻക്രീസ്. ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് എന്ത് ചെയ്യും? അത് ഡിക്രീസ് ചെയ്യും അല്ലേ? അത് കുറയാണ് ചെയ്യുന്നത്. അത് തന്നെയല്ലേ ഡിക്രീസ് ചെയ്യാണ്. കാരണം എന്താണ്? ഇവർ തമ്മിൽ എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് വാല്യൂ എന്താണ്? കുറയും. അത്രയേ ഉള്ളൂ. Then next question number 21. The unit of inductive reactance in AC circuit is inductive reactance. നമ്മൾ XL അല്ലേ? XLനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഇൻ AC യൂണിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. യൂണിറ്റ് ആണ്. XL = എന്താ പഠിച്ചിട്ടുള്ളത്? 2πfL ആണ് അല്ലേ? 2πfL ആണ് XL എന്ന് പറയുന്നത്, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്. അപ്പോൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് XL എങ്ങനെയാണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഫ്രീക്വൻസി ആണ്. അപ്പോൾ ഇവിടുത്തെ യൂണിറ്റ് എന്താണ്? ഓം തന്നെയാണ്. നിങ്ങളോട് കപ്പാസിറ്റീവ് റിയാക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ് ചോദിച്ചാലും അതെന്ത് തന്നെയാണ്? ഓം തന്നെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. Okay, next question number 22. The value of form factor of a sinusoidal alternating current. Form factor അല്ലേ? ഫോം ഫാക്ടറിൻ്റെ യൂണിറ്റ് എന്താണ്? വാല്യൂ എന്താണ്? FF എന്ന് ഞാൻ കൊടുക്കുകയാണ് കേട്ടോ. ഫോം ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? RMS വാല്യൂ അല്ലേ? RMS വാല്യൂ. ഫോം ഫാക്ടർ = RMS വാല്യൂ ബൈ ആവറേജ് വാല്യൂ അല്ലേ? ഫോം ഫാക്ടർ ആവറേജ് വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ RMS വാല്യൂ എന്ന് പറഞ്ഞാൽ 0.707 എന്താണ്? Imax അല്ലെങ്കിൽ Vmax ഏതാണെങ്കിലും മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ ഏതാണ്? 0.637 Imax എന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 1.11 ആണ് വാല്യൂ കിട്ടുന്നത് അല്ലേ? ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. അതാണ് ഫോം ഫാക്ടർ. അപ്പോൾ ഫോം ഫാക്ടർ ഓഫ് എ സൈനസോയിഡൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞാൽ RMS വാല്യൂ ബൈ എന്താണ്? ആവറേജ് വാല്യൂ ആണ്. അപ്പോൾ നമ്മളോട് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിക്കാം RMS വാല്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 0.707 Imax ആണ്. ചിലപ്പോൾ ആവറേജ് വാല്യൂൻ്റെ ഇതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവാം. Next, question number 23. The reciprocal of impedance in an alternating current. Alternating currentൻ്റെ ഇമ്പിഡൻസിൻ്റെ റെസിപ്രോക്കൽ ആണ് ചോദിച്ചിട്ടുള്ളത്. റെസിപ്രോക്കൽ ഓഫ് ഇമ്പിഡൻസ് ഇൻ ആൻ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണെന്ന് നമുക്കറിയാം? അഡ്മിറ്റൻസ് ആണ് അല്ലേ? ഇതൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അഡ്മിറ്റൻസ്. അപ്പോൾ റെസിപ്രോക്കൽ ഓഫ് എൻ ഇമ്പിഡൻസ് ഇൻ ആൻ ആൾട്ടർനേറ്റിംഗ് കറണ്ട് സർക്യൂട്ട് ഈസ് ഏതാണ്? അഡ്മിറ്റൻസ് ആണ്. നമ്മൾ റിയാക്റ്റൻസും റെസിസ്റ്റൻസിൻ്റെയും കപ്പാസിറ്റൻസിൻ്റെയും ഒക്കെ എന്താ ഓരോന്നിൻ്റെയും റിലേറ്റഡ് ആയിട്ടുള്ള റെസിപ്രോക്കലൊക്കെ ഒന്ന് പഠിച്ചു പോകണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ 3-phase സപ്ലൈ ദ റിയാക്റ്റീവ് പവർ ഈസ് ഗിവൺ ബൈ. 3-phase സപ്ലൈയിലെ റിയാക്റ്റീവ് പവർ എങ്ങനെയാണ്? റിയൽ പവർ അല്ലെങ്കിൽ ആക്ച്വൽ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? √3 VLIL cos θ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പാരൻറ്റ് പവർ. അപ്പോൾ 3 പവർ ഉണ്ടെന്ന് അറിയാലോ. റിയൽ പവർ അല്ലെങ്കിൽ ആക്ച്വൽ പവർ, അപ്പാരൻറ്റ് പവർ, പിന്നെന്താ പറയുന്നത്? ഒന്ന് റിയാക്റ്റീവ് പവർ. അത് 3 പവേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഒരു 3-phase സപ്ലൈയിലെ റിയാക്റ്റീവ് പവറിൻ്റെ ഇക്വേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അതെന്താണ്? √3 VLIL sin θ ആണ് അല്ലേ? √3 VLIL sin θ ഓപ്ഷൻ എ ആണ്. ഇനി നിങ്ങളോട് റിയൽ പവർ അല്ലെങ്കിൽ ആക്ച്വൽ പവർ ആണ് ചോദിക്കുന്നതെങ്കിൽ P = എന്താണ്? √3 VLIL cos θ ആണ്. ഇനി ചിലപ്പോൾ അപ്പാരൻറ്റ് പവർ ആണ് ചോദിക്കുന്നതെങ്കിൽ √3 × VLIL. അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 25. ദ റിലേഷൻ ഓഫ് കറണ്ട് ഇൻ ഡെൽറ്റ കണക്ഷൻ ഈസ്. നമുക്കറിയാം സ്റ്റാർ കണക്ഷനും ഡെൽറ്റ കണക്ഷനും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ അതിൽ ആ ഒരു റിലേഷൻഷിപ്പ്, അതായത് ഡെൽറ്റ കണക്ഷൻ ആണെങ്കിൽ ഡെൽറ്റ കണക്ഷനിൽ വരുന്നത് VL = എന്താ പഠിച്ചിട്ടുള്ളത്? ലൈൻ കറണ്ട് ലൈൻ വോൾട്ടേജ് = ഫേസ് വോൾട്ടേജ് അല്ലേ? അതുപോലെ ലൈൻ കറണ്ട് എന്താ പഠിച്ചിട്ടുള്ളത്? √3
IPH. ഇങ്ങനെയൊക്കെയല്ലേ പഠിച്ചിട്ടുള്ളത്. അതുപോലെ IPH ഈക്വൽ ടു എന്താ പഠിച്ചിട്ടുള്ളത്? VL/Z. അപ്പോൾ ഇത്രയും ഫോർമുല നിങ്ങൾ നോട്ട് ചെയ്യുക. ടോട്ടൽ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VL/IL cos phi എന്നാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതിൽ റിലേഷൻഷിപ്പ് ഓഫ് കറണ്ട് ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താ ചോദിച്ചിട്ടുള്ളത്? കറണ്ട് IL ഈക്വൽ ടു ലൈൻ കറണ്ട് IL ഈക്വൽ ടു എന്നാണ് √3 ഫേസ് കറണ്ട് ആണ്. ഇനി ചിലപ്പോൾ നമ്മളോട് ലൈൻ വോൾട്ടേജിൻ്റെ റിലേഷൻഷിപ്പ് ചോദിക്കാം, അല്ലെങ്കിൽ ഫേസ് കറൻറ്റിൻ്റെ റിലേഷൻഷിപ്പ് ചോദിക്കാം. എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ഒന്ന് നോക്കുക. ഇതേപോലെ തന്നെ സ്റ്റാർ കണക്ഷനിലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സ്റ്റാർ കണക്ഷനിൽ എങ്ങനെയാണ്? VL ഈക്വൽ ടു √3 VPH ആണ് അല്ലേ. IL ഈക്വൽ ടു എന്താ? IPH ആണ്. IPH ഈക്വൽ ടു എന്താണ്? VL/√3 Z ആണ്. ഇതിപ്പോൾ ഒന്ന് നന്നായി പഠിച്ചു പോവുക. ഇങ്ങനെ വേണമെങ്കിലും തിരിച്ചും മറിച്ചും ഒക്കെ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് വന്ന് കാണാറുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്, അതായത് 25 തൊട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. നന്നായി പഠിച്ചു പോവുക. ഓരോ പോയിന്റുകളും വളരെ ബേസിക് എന്നാണ് ഓരോന്നും ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ എല്ലാം നന്നായി പഠിച്ചു പോവുക. ഓക്കെ അല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.